അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഒരു ടെൻഷൻ മാറിയില്ലേ അമ്മ? ഇനി ഇതെല്ലാം പറക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗിനായിട്ട് നമ്മൾ കുറച്ച് സംഭവങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മറ്റേ ഹോസ്പിറ്റൽ ബാഗിനായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇപ്പം എന്തായാലും നമ്മൾ 8 മാസം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് സമയം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മുന്നേ കരുതി വയ്ക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ഫാബ് ഫെദേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു 4650 രൂപയ്ക്കുള്ള ഐറ്റംസ് സാധനം, അത് 20 ഐറ്റം സാധനം 4650 രൂപയ്ക്ക് നമ്മൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് പൊട്ടിച്ച് അത്യാവശ്യം നല്ല ഇതുണ്ട്. 2 സിബും കൊള്ളാം. കൊള്ളാം, സൂപ്പർ. പിന്നെ ഇതിൻ്റെ തന്നെ ബാസ്കറ്റ്, ഇത് എന്തോ ക്യാരിയിങ് ബെഡ്, പിന്നെ ഇത് മറ്റെന്തോന്നാണ് ഫീഡിങ് ബെഡ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഫീഡ് ചെയ്യാനായിട്ടുള്ള സാധനം. കൊള്ളാം. തല ഇവിടെ, കൊച്ചിൻ്റെ തല ഇവിടെ. ഈ സംഭവം ബാക്കി എല്ലാ ഐറ്റംസും ഇതിനകത്താണ്. സോക്സ്, ഇത് 2 പാമ്പേഴ്സ്, ഇത് സോക്സ്, 2 പാമ്പേഴ്സ്. കുറച്ചുകൊണ്ടാ എല്ലാ സാധനം ടെസ്റ്റ് ചെയ്യും. മറ്റേത് കണക്കത്തത് ഡൈപ്പർ കെട്ടിക്കൊടുക്കണം. അങ്ങനെ വെച്ചിട്ട് സംഭവം എന്താണ്, ഡൈപ്പർ എങ്ങനെ കെട്ടാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഒരു തൊണ്ട്, അതിത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും. എനിക്കിതൊക്കെ തിരിക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കാം. ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നു. ഫ്രണ്ടിലോട്ട്. ഓക്കെ, സംഭവം സിസ്റ്റം മനസ്സിലായി. ഇത് സോക്സ് ആണ് തോന്നുന്നത്. അത് കൈ സോക്സ്. എൻ്റെ ഇത് മറ്റേത് സോക്കുകളൊക്കെ കെട്ടിയത്. ഞാൻ ഇത് മറ്റേ സംഭവം തിരിച്ചതുപോലെ സംഭവം ഞാൻ കെട്ടിക്കെട്ടിയൊരു വണ്ടി അതെല്ലാം നോക്കാം. അതിത് പാമ്പേഴ്സിന് പകരം അകത്ത് കഴുകി യൂസ് ചെയ്യുന്ന പക്ഷെ സംഭവം മെറ്റീരിയൽ കൊള്ളാം.
ഇച്ചിരി വെള്ളം എന്നാ തൊപ്പി തൊപ്പിയും തൊപ്പി സെറ്റ് തൊപ്പി കെട്ടഴിച്ച് ഇത് മൊത്തത്തിൽ സെറ്റായിട്ട് അല്ല നിക്കറും നമുക്ക് ഇങ്ങനെയുള്ള ക്യൂട്ട് സാധനങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത് കയ്യില ഗ്ലൗസ് കയ്യിലൊക്കെ ഇത് ഇട്ടെന്ന് കഴിഞ്ഞാൽ പാല് കൊള്ളാം നിക്കറും ഇത് മറ്റേ കെട്ടുടുപ്പ് കുഞ്ഞുടുപ്പ് ഒരു സെറ്റ് നമ്മളിതിന്റെ മറ്റേ ഒരു സെറ്റ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാങ്ങിച്ച മെറ്റീരിയൽ തന്നെ മറ്റേ പോപ്പീസ് ഒന്നും എത്ര കളർ 6 മറ്റേതിലും 6 തന്നെ അതൊന്ന് വെള്ള മാത്രം. ഇത് നമ്മൾ ഒരെണ്ണം മേടിച്ചായിരുന്നു മറ്റേ ഇത് മറ്റേത് ടവല് മറ്റേ ഇതാ മറ്റേ ഇതില് മൂത്രമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വലിയതാണ് നമ്മള് മേടിച്ചത് ഹോസ്പിറ്റൽ. പക്ഷെ ഇതിന്റെ ആവശ്യമല്ലേ ഉള്ളല്ലേ അമ്മ കൊണ്ടുപോയാൽ. ഇത് മറ്റേ ഇതാണ് ബ്രസ്റ്റ് പാഡ്. ഇത് ബ്രസ്റ്റ് പാഡ്. ഇത് മെറ്റേണിറ്റി പാഡ്. ഇത് അബ്ഡോമിനൽ ബൈൻഡർ. ഇതെല്ലാം എനിക്കുള്ള ഐറ്റംസ്. ഇത് ഒരു ബേബി സോപ്പ്, ഹിമാലയ ഒരു ബേബി സോപ്പ്. ഇത് അച്ഛൻ മേടിച്ചാണ്. ഇത് മറ്റേ ടവല്. ഇത് കുഞ്ഞ ഇത് ഇത് ചെറിയ മറ്റേ മുഖമൊക്കെ തുടയ്ക്കുന്ന ചെറിയ ടവല്. സാധനമൊക്കെ ചെറുതാണ്. നമ്മൾ വെച്ച് മേടിച്ച അതെല്ലാം വലുതാണ്. ഇത് മറ്റേ മുഖമൊക്കെ തുടയ്ക്കാൻ ഇഷ്ടമുള്ള ടവൽ, ചെറിയ ചെറിയ ടവല്. ഇത് പിന്നെ ബേബി വൈപ്സ്. ഇത് ബാത്ത് ടവൽ. ഇതെന്തിനാണ് ഇവിടെ ഇതെന്തെങ്കിലും എടുത്തിട്ട് അപ്പിട്ട് ഇത് തല തുടയ്ക്കാം. ബാത്ത് ടവൽ. പിന്നെ ഇതെന്തിനാണ് ബേബി ടവൽ. പിന്നെ ഒരു നിബ്ബഡ്. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗിന്റെ ഒരു ടെൻഷൻ മാറിയില്ലേ അമ്മ? ഇനി ഇതെല്ലാം പറക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം.
സെറ്റ് ചെയ്ത് ആശുപത്രി എനിക്ക് പക്ഷെ ഇനി എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ പേടിക്കാണ്ട്. അത് മാത്രമല്ല ഇനി നമ്മൾ കൊച്ചിനെ ആ കൂടി ഒറ്റ ഇത് മാത്രം ഇവിടെ തന്നെ വെച്ചിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഇവിടെ ആശുപത്രി അല്ല വേണമെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് അടുത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ഇവിടെ വെച്ചിരുന്നാ മതി. അപ്പം അപ്പോഴ് എടുക്കാം. അത് മാത്രമല്ല നമ്മള് കൊച്ചിന് തുണിയായിട്ട് കുറച്ച് അല്ല അത് മറ്റേ കെട്ടെടുപ്പ് മാത്രമല്ലേ ഉള്ളു, അല്ലെ വേറെ തുണിയൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. അത് വാങ്ങിക്കണ്ടേ? അതൊക്കെ നമ്മൾ കീറി വെക്കും. അതല്ല അല്ലാതെ തുണി വാങ്ങിക്കണ്ടേ? ഒരു 20 വർഷത്തിന് ശേഷമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബാഗായിട്ട് എങ്ങനെ പാക്ക് ചെയ്യണം എന്തോന്നൊക്കെ വേണം ഫുൾ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എന്തായാലും ഫാബ് ഫാദേഴ്സിൻ്റെ പേജ് ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കണ്ടു, അവർക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ അവർ നമ്മുടെ ഫുൾ കൺഫ്യൂഷനും തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ പേജ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ കൺഫ്യൂഷൻ ഏകദേശം ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്ത ഫാദേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.